ധാന്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ലോകത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിഭവങ്ങളെ സൂചിപ്പിക്കുന്നു. ഭക്ഷ്യവിളകൾ പ്രധാനമായി ഉള്ളത് ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, വിത്തുകൾ, പരിപ്പുകൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയൊക്കെയാണ്. നമ്മുടെ കേരളത്തിൽ ധാരാളം ഭക്ഷ്യവിളകളുണ്ട്. അതിൽ പ്രധാനമായും ഉള്ളത് നെല്ല്, കപ്പ, ചേന, ചേമ്പ്, കാച്ചില് എന്നിവയൊക്കെയാണ്. ടപ്പിയോക്ക എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പദം. ബ്രസീലിലാണ് ഇതിൻ്റെ ജന്മനാട്. ബ്രസീലിൽ നിന്ന് 17ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കപ്പ കൃഷി തുടങ്ങിയത്. ഇത് തെക്കൻ കേരളത്തിൽ കപ്പ എന്നും, വടക്കൻ കേരളത്തിൽ പുള്ള എന്നും, മധ്യ കേരളത്തിൽ കൊന്നി എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ ഗ്രാമങ്ങളിലെ കുറേ കപ്പ കൃഷികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യം നമുക്കൊന്നുകൂടെ കാണാം. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നാണ്യവിളകളിലെ പ്രധാന വിളയായ റബ്ബറിനെ കുറിച്ചാണ്. കേരളത്തിൽ കർഷകർ വരുമാനത്തിനായി ഏറ്റവും നല്ലപോലെ ഉപയോഗിക്കുന്നതും കർഷകരുടെ പ്രധാന വരുമാന മാർഗവും റബ്ബറാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് റബ്ബർ എന്ന കാർഷിക വിള കേരളത്തിലെത്തുന്നത്. റബ്ബർ കേരളത്തിലെ കർഷകർക്ക് സാമ്പത്തിക ഭദ്രത നൽകുകയും കേരളത്തിലെ മലയാളികൾക്ക് സ്വപ്നങ്ങൾക്ക് പുതിയ നിറം നൽകുകയും ചെയ്തു. തെക്കൻ തിരുവിതാംകൂറിലും പരിസര പ്രദേശങ്ങളിലും സാമ്പത്തികമായ സമൃദ്ധിയും ഉന്നമനവും നൽകിയത് റബ്ബറാണ്. 1902 ആലുവായ്ക്കടുത്ത് തോട്ടക്കടയിലാണ് റബ്ബർ പ്ലാന്റേഷൻ സിസ്റ്റം ബ്രിട്ടീഷുകാർ ആദ്യമായി തുടങ്ങുന്നത്. പിന്നീട് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും റബ്ബർ വ്യാപിക്കുകയും കർഷകരുടെ പ്രധാന വരുമാന മാർഗമാകുകയും ചെയ്തു. നമുക്ക് റബ്ബർ വെട്ടുന്ന ഒരു കർഷകനെ കാണാം. പഴങ്ങൾ എന്നാൽ പൂവിട്ട സസ്യത്തിൻ്റെ അണ്ടാശയത്തിൽ നിന്നും വിത്ത് വഹിക്കുന്ന ഭാഗങ്ങളാണ്. മനുഷ്യരും ചില മൃഗങ്ങളും ഭക്ഷണമായി പഴങ്ങൾ കഴിക്കാറുണ്ട്. ആപ്പിൾ, വാഴപ്പഴം തുടങ്ങിയ പഴങ്ങൾ മനുഷ്യർ പണ്ട് മുതൽ ഭക്ഷണമായി സ്വീകരിച്ചു വരുന്നു. പഴങ്ങളിൽ ഒരുപാട് ധാതുക്കൾ, ആൻറ്റി ഓക്സൈഡുകൾ, ഫൈബറുകൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അത് കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ആരോഗ്യസ്ഥിതി നിലനിർത്താനും സഹായിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പഴങ്ങൾ കാണാവുന്നതാണ്. ഇതാ ഒരു മംഗോസ്റ്റിൻ്റെ ചെടി. പിന്നെ ഇവിടെ ഒരുപാട് ചെടികൾ കാണാവുന്നതാണ്. നമ്മുടെ റംബുട്ടാൻ, മാങ്ങ, ചക്ക, ചാമ്പയ്ക്ക എന്നിങ്ങനെ ഒരുപാട് പഴങ്ങൾ. മനുഷ്യരോ മറ്റു മൃഗങ്ങളോ ആഹാരമായി ഉപയോഗിക്കുന്ന സസ്യങ്ങളെ ഭക്ഷ്യമായ ഭാഗങ്ങളാണ് പച്ചക്കറികൾ. പച്ചക്കറികൾ ധാരാളം ലവണങ്ങളും പ്രോട്ടീനുകളും മിനറൽസും അടങ്ങിയിരിക്കുന്നു. സസ്യത്തിന്റെ ഏത് ഭാഗമാണ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയെ തരംതിരിക്കുന്നത്. വേര് പച്ചക്കറികൾ, തണ്ട് പച്ചക്കറികൾ, ഇലപ്പച്ചക്കറികൾ, ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകൾ എന്നിവയാണ് അവ. പച്ചക്കറികൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ്. കേരള സാധാരണയായി വെണ്ട, പാവയ്ക്ക, കോവയ്ക്ക എന്നിവയെല്ലാം തന്നെയാണ്. അവയെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വീടായാൽ ഒരു പച്ചക്കറി തോട്ടം അനിവാര്യമാണ്. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുമല്ലോ.